ഭ്രമയുഗം മൂവി കണ്ടടേ. എന്തോന്നടേ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ എടുത്തു വെച്ചിട്ട്. അലമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പഴയ സിനിമകൾ നമ്മൾ കാണുന്നത് പോലെ ടി വിയിലൊക്കെ നമ്മൾ പണ്ട് പ്രേം നസീറിന്റെയും ഉമ്മറിന്റെ ഒക്കെ സിനിമ കണ്ടിട്ടില്ലേ, അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ എടുത്തു വെച്ചിട്ട് ലാഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ മരണ ലാഗ്. അടുത്തുനിന്ന് എന്റെ അടുത്തൊക്കെ ഇരുന്ന ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്തോ ഒരു ലാഗാണ് ഈ പടം, എന്നാ പിന്നെ കിടന്ന് ഉറങ്ങിയാലോ കുറച്ച് സമയം എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ഇറങ്ങി വരുന്ന രണ്ടു മൂന്ന് ചെക്കന്മാരിങ്ങനെ പറയുന്നത് കേട്ട് ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങുക ചെയ്തേ. ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്ത എനിക്ക് സിനിമക്ക് പോകുന്നതിനെക്കാട്ടി മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പിന്നെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ ലാസ്റ്റോട്ടുള്ള ഇന്റർവ്യൂവും അതുപോലെ തന്നെ മമ്മൂക്ക പറഞ്ഞ കാര്യവും ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന ഞാൻ ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. എന്താ വെച്ചാൽ നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് പോകണ്ട, നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള പടമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് പല ഇന്റർവ്യൂവിലും പറയുന്നത് കേട്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് ഈ സിനിമക്ക് പോയത്. എന്നാലൊട്ടും പ്രതീക്ഷ ഉണ്ടാവുകയും ചെയ്തിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ കണ്ടിറങ്ങിയപ്പോ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, എന്തോന്നിടെ ഈ എടുത്ത് വെച്ചേക്കുന്നത്, എന്തോന്നിത്, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് കേട്ടോ. നമ്മളെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആന്ന് പറയുന്നത് പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കാണുന്നത് എന്നുള്ളത് പോലും നമ്മളൊരു ഫസ്റ്റേത്തെ ഒരു 5-10 മിനിറ്റ് നമുക്ക് ഉണ്ടാവുമായിരിക്കും. എനിക്ക് അതുപോലും തോന്നിയിട്ടില്ലല്ലോ കേട്ടാ. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ് കാണുന്നത് എന്നുള്ള ഒരു ഫീൽ പോലും നമുക്കില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ത്രൂ ഔട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പടം. പക്ഷെ ആ ഒരു ഫീല് നമുക്കില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനത്തെ രീതിയിൽ കാണുന്ന പ്രേക്ഷകനെ അതിന്റെ മാക്സിമം എന്നിട്ടാണ് ആ പടം ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള ഒരു ഒഴുക്കിന് ഇങ്ങനെ പോക്കാണ്, ഒഴുകിയിട്ട് ഇങ്ങനെ പോവുകയാണ് പടം. ഇനി നമുക്ക് കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അർജുന അശോകൻ ഈ മനയിലേക്ക് കയറി ചെല്ലുകയും പിന്നെ വരുന്ന മൊത്തം സീൻസിൽ ഇവർ 3 പേരാണ്, അർജുന അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, മമ്മൂക്ക. ഈ 3 പേരും ആ ഒരു മനേന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് പടം തീരുന്നത് വരെ കാണിക്കുന്നത്. ആ 3 പേരും അതിന്റെ ഉള്ളിൽ അഴിഞ്ഞാടുകയാണ്, ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഴിഞ്ഞാടുകയാണ് ചെയ്യുന്നത്. പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിച്ചിട്ട് അഭിനയിക്കുകയാണ്. അവനവന് കൊടുത്ത ക്യാരക്ടർ അവരവര് അതിന്റെ മാക്സിമത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയാണ്, മത്സരിക്കുന്നു. ഒന്നും പറയാനില്ല മൂവിനെ കുറിച്ച്. മൂവിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായിട്ട് മാറും. അങ്ങനെയാണ് ആ പടം എടുത്തു വെച്ചിരിക്കുന്നത്. തിയേറ്റർ വാച്ച് മസ്റ്റാണ്. മമ്മൂക്കയുടെ പെർഫോമൻസ് വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. ഓരോ സിനിമകൾ ഇങ്ങനെ ഓരോ നാളുകൾ ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും മമ്മൂക്ക എന്ന അഭിനേതാവിനെ മമ്മൂക്ക ഇങ്ങനെ അണച്ച് ഉരുക്കി 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 നമ്മൾ മറ്റേ പിന്നെ ഉരുക്കിരുമ്പാക്കുക, അതിനെ മൂർച്ചയുള്ളതാക്കുക, തുടച്ച് വൃത്തിയാക്കി അണച്ച് മൂർച്ചയുള്ളതാക്കുക എന്നൊക്കെ പറയില്ലേ. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുമ്പോൾ അതിനെ ഇങ്ങനെ പാകപ്പെടുത്താന്ന് നമുക്കൊരിക്കലും പറയാൻ പോലും പറ്റൂല. എന്നാലും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്നവരും മുന്നേ കണ്ടതിൽ നിന്നും മികച്ചതിലേക്ക് എന്നുള്ള രീതിയിലേക്കാണ് ഇങ്ങനെ ലെവല് മൂവി. വേറെ കൂടുതലൊന്നും ഇതിനെ കുറിച്ചിട്ട് പറയാനില്ല. എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റുന്ന ആളുകളെല്ലാം തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക. നമുക്കിപ്പോൾ OTT വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ തിയേറ്ററിൽ പോയിട്ട് കണ്ട ആ ഒരു എന്താ പറയാ ഒരു അനുഭവം കിട്ടുമോ എന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റൂല. എന്താണെങ്കിലും പടം കിടിലാക്കീന്, വേറെ ലെവല് പടാണ്, മാസ് പടാണ്. പടം നല്ല രീതിയിൽ ചർച്ചയാകും എന്നുള്ള കാര്യവും ഷുവറാണ്. ചിലപ്പോൾ ഇതേപോലെയുള്ള മറ്റു പടങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കുറെ പടങ്ങളും ചിലപ്പോൾ വരാനുള്ള സാധ്യത ഉണ്ട്, പറയാൻ പറ്റൂല. എന്താണെങ്കിലും കിടുക്കാച്ചി പടം, ഇത്രയേ പറയാനുള്ളൂ.